ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ്, കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. തൽവിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. കോടതിയുടെ ലെറ്ററിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നാൽ അതൊരു മനുഷ്യത്വത്തോടുള്ള സ്നേഹമായി നമുക്ക് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമല്ലോ. ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് ലോകമാകെ പരക്കുന്നത് ഒരു വെളിച്ചമാണ്, മഹത്തരമായ മാനവികതയുടെ വെളിച്ചം. മതവെറിയും ജാതി ദുരഭിമാനവും മനുഷ്യനെ കൊന്നുതള്ളുന്ന സമകാലിക ഇന്ത്യയിൽ കേരളം കൊളുത്തുന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ അണയാത്ത സ്നേഹജ്വാലയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവയ്ക്കാൻ കാന്തപുരം നടത്തിയ ഇടപെടൽ മലയാളികളുടെ ആകെ സ്നേഹമനസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. മതമല്ല, മനുഷ്യത്വമാണ് പ്രധാനമെന്ന് കാന്തപുരത്തിലൂടെ കേട്ടത് കേരളം പതിറ്റാണ്ടുകളായി ഉരച്ച് മിനുസപ്പെടുത്തിയെടുത്ത കാന്തശക്തിയാർന്ന വാക്കുകളാണ്. മോചനത്തിന് ഇനിയും കാതങ്ങളേറെ താണ്ടണമെങ്കിലും നിമിഷ മലയാളികൾ ഒന്നാകെ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാം. നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്ന് പറഞ്ഞ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോടും കേരളത്തെക്കുറിച്ച് നുണക്കഥകൾ ചമയ്ക്കുന്ന വിദ്വേഷ രാഷ്ട്രീയക്കാരോടും പറയാനുള്ളത് ഇതുമാത്രമാണ്. കാണൂ ഈ കേരള സ്റ്റോറി. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് ഡോക്ടർ എ സമ്പത്ത്, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, BJP പ്രതിനിധി ഗോകുൽ ഗോപിനാഥ്, ലോക കേരള സഭാംഗം കൂരാച്ചുണ്ട് കുഞ്ഞഹമ്മദ്, കാരന്തൂർ മർക്കസ് പ്രതിനിധി N അലി അബ്ദുള്ള എന്നിവരാണ്. ചർച്ചയിലേക്ക് പോകുമ്പോൾ നിരവധി മേഖലകളിൽ നിന്നുള്ള ഇടപെടൽ, കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള, അത് അഭിഭാഷക സമൂഹമുണ്ട്, ലോക കേരള സഭാംഗമുണ്ട്, അതോടൊപ്പം തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് ഒരുപക്ഷേ കാന്തപുരം AP അബൂബക്കർ മുസലിയാർ നടത്തിയ ആ അവസാന നിമിഷത്തെ ഇടപെടൽ അത് വലിയൊരു മാറ്റമാണ്. ഒരു നിമിഷം ഒന്ന് വൈകിയിരുന്നുവെങ്കിൽ എന്ന് മലയാളി ഒരുപക്ഷെ ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ കരന്തൂർ മർക്കസ് പ്രതിനിധി N അലി അബ്ദുള്ള കൂടി നമുക്ക് ചേരുന്നുണ്ട്. അലി അബ്ദുള്ള, ഒരുപക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയകളിലാകെ മലയാളി സമൂഹമാകെ AP അബൂബക്കർ മുസലിയാരെ പ്രകീർത്തിക്കുകയാണ്, അദ്ദേഹം നടത്തിയ ഇടപെടലുകളെ. എങ്ങനെയാണ് ആ അവസാന നിമിഷത്തെ കാര്യങ്ങളെക്കുറിച്ച് അബൂബക്കർ മുസലിയാർ വിശദീകരിച്ചത്? താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആഗോള പണ്ഡിത പ്രതിഭയാണ്. വളരെ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളീയ മനസ്സിനെ മാത്രമല്ല ഇന്ത്യൻ മണ്ണിനെ ഒന്നാകെ സ്വാധീനിച്ച വ്യക്തിത്വവുമാണ്. നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരി യമനിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തൂക്കുകയർ കാത്തു കഴിയുകയായിരുന്നു. വളരെ വൈകിയാണെങ്കിലും കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തെത്തിയ ഈ ദുഃഖവാർത്ത അദ്ദേഹത്തെ വളരെ വേഗം ആശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടപെടാൻ പ്രേരിപ്പിച്ചു. തൻ്റെ ആഗോള ബന്ധം ഉപയോഗപ്പെടുത്തി താനുമായി ബന്ധമുള്ള പണ്ഡിത പ്രതിഭകളെ കൂടി ഈ സംരംഭത്തിലേക്ക് മഹാനവറുകൾ ക്ഷണിക്കുകയും അവർ സസന്തോഷം ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ ഭാഗമായി നാളെ വെളുപ്പിന് നടക്കാനിരുന്ന
നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. അത് കേരളീയരെ, ഇന്ത്യക്കാരെ, ലോകജനതയെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഈ വാർത്ത നമുക്കുണ്ടാക്കി തന്നത് കാന്തപുരം എന്ന വലിയ മനുഷ്യൻ്റെ പ്രവർത്തന ഫലമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പും നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാകാം. അതൊന്നും ഇന്ന് കാണുന്ന രൂപത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നത്തേത് സന്തോഷകരമായ വാർത്തയാണെങ്കിലും അത് സ്ഥിരമായ സന്തോഷ വാർത്തയായി നിൽക്കണമെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും മഹാനായ കാന്തപുരം ഉസ്താദ് ഇന്ന് വൈകിട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ മീഡിയകളോട് വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണം, നിങ്ങളുടെ പിന്തുണകളും വേണം. എങ്കിൽ നമുക്ക് കൂടുതൽ ഇനിയും ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുണ്ട്. അതിന് ആവശ്യമായ ഇടപെടലുകൾ നമുക്കൊന്നിച്ചു നടത്താം എന്നാണ് മഹാനായ കാന്തപുരം ഉസ്താദ് മലയാളികളോടല്ല, ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും പറഞ്ഞത്. വെറുപ്പുൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം എല്ലായിടങ്ങളിലുമുണ്ട്, നമ്മുടെ രാജ്യത്തുമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുമാണ്. കേരളം അതിൽ നിന്ന് തികച്ചും ഭിന്നമാണ്. മതങ്ങൾ, മതവൈവിധ്യങ്ങൾ, ജാതീയ വൈജാത്യങ്ങൾ, വ്യത്യസ്ത ദേശീയതകൾ, രാഷ്ട്രീയാഭിപ്രായാന്തരങ്ങൾ എല്ലാം യാഥാർത്ഥ്യങ്ങളാണെങ്കിലും ആ യാഥാർത്ഥ്യങ്ങൾക്ക് മുകളിൽ മനുഷ്യനെന്ന, മനുഷ്യത്വമെന്ന പ്രതിഭാസത്തെ മഹാനായ കാന്തപുരം ഉസ്താദ് ഒരിക്കൽ കൂടി പ്രോജ്വലിപ്പിച്ചു കാണിച്ചിരിക്കുകയാണ്. മനുഷ്യർക്കൊപ്പമെന്ന തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് ഈ കാലഘട്ടത്തിൽ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെൻറ്റിനറി ആഘോഷിക്കുമ്പോൾ അതിന് കേരള മുസ്ലിം ജമാഅത്ത് എന്ന സമസ്തയുടെ സുപ്രധാന കീഴ്ഘടകം സ്വീകരിച്ച മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ഈ പ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ശരി, ശ്രീ അലി അബ്ദുള്ള, താങ്കളിലേക്ക് തിരികെ വരപ്പോൾ ഇതോട് ചേർത്ത് പറയേണ്ടതാണ്, വർഷങ്ങളായി ആക്ഷൻ കൗൺസിൽ ലോക കേരള സഭാംഗം അടക്കം നടത്തിയ പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ നിർണായകമായ ഇടപെടൽ കാന്തപുരത്തിന് ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അക്ഷീണം പ്രയത്നിച്ച ലോക കേരള സഭയുണ്ട്, ആക്ഷൻ കൗൺസിലുണ്ട്, അതിൻ്റെ പ്രതിനിധി കുരാച്ചുണ്ട്, കുഞ്ഞഹമ്മദ് കൂടി നമുക്ക് ചേരുന്നുണ്ട്. ശ്രീ കുഞ്ഞഹമ്മദ്, ഒരുപക്ഷെ താങ്കളുടെ അടക്കം പ്രവർത്തനങ്ങൾ, ഇതെടുത്ത് പറയേണ്ടി വരുന്നത് ലോക കേരള സഭ എന്തിനെന്ന് ചോദിച്ച് വലിയ വിമർശനങ്ങൾ, അത് ആർഭാടമാണെന്ന് പറഞ്ഞ വലിയൊരു വിഭാഗം കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. അവർക്ക് കൂടി കിട്ടിയ ഒരു മറുപടിയായി തന്നെ വേണം ഒരുപക്ഷെ ഇത് പറയേണ്ടതുള്ളത്. താങ്കളടക്കമുള്ളവർ യത്നിച്ചത് ഈ വിജയത്തിലേക്ക്, ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രത്യേകം നന്ദി എടുത്ത് പറയേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു പ്രവർത്തന രീതി ഈ സാഹചര്യത്തിൽ എത്തുമ്പോൾ കൂട്ടിച്ചേർക്കാൻ? ലോക കേരള സഭ ആദ്യമായി തിരുവനന്തപുരത്ത് സമ്മേളിക്കുന്ന ഘട്ടത്തിലാണ് യമനിൽ ഒരു മലയാളി വനിത ജയിലിൽ കിടക്കുന്നു എന്നുള്ള വാർത്ത നമ്മുടെ മുമ്പിൽ വന്നത്. അതൊരു കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വിവരവും മനസ്സിലാക്കി. ഞങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ലോക കേരള സഭയെ സംബന്ധിച്ച് ഉള്ള വിമർശനം ലോകത്തെ സമ്പന്നന്മാര് ഒക്കെ തന്നെ വന്ന് തിന്ന് പോകുന്ന 5 സ്റ്റാർ ഹോട്ടൽ താമസിച്ചു പോകുന്നത് ഒരു ധൂർത്തിന്റെ പര്യായം എന്നാണ് പലരും ആക്ഷേപിക്കാറ്. ഞാൻ ലോക കേരള സഭ മെമ്പറായി തുടക്കം മുതൽ ഇപ്പോഴും ലോക കേരള സഭ മെമ്പറായി നിൽക്കുകയാണ്. ഞാനൊരു സാധാരണ നാട്ടുപുറത്തുകാരനും സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഒരു കുഗ്രാമത്തിൽ വക്കാലക്കടയിൽ ജോലി ചെയ്ത ഒരാളുമാണ്. എന്നെപ്പോലെയുള്ള ആളുകളെ അടക്കം ഉൾക്കൊണ്ടുകൊണ്ടുന്ന ഒരു മഹാസഭയാണ് ലോക കേരള സഭ. ആ ലോക കേരള സഭയിൽ നിമിഷപ്രിയയുടെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ചെയ്തത്, ലോക കേരള സഭയിൽ പങ്കെടുത്ത ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള വിവിധ വ്യക്തിത്വങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയാണ്. ആ കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കൂട്ടായ്മയോടൊപ്പം തന്നെ ഇന്ത്യയിലും പുറത്തുമുള്ള അവകാശ പ്രവർത്തകന്മാർ, മാധ്യമ പ്രവർത്തകന്മാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, ഇവരെയെല്ലാം അവരുടെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ഞങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തുകയും ചെയ്തു.
നിമിഷപ്രിയയുടെ കേസ് ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിൽ നിമിഷപ്രിയയെ ശിക്ഷയിലേക്ക് എത്തിച്ച കാര്യങ്ങളിൽ പ്രധാനം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ ഭാഗം പറയാൻ അവിടെ യമനിലെ കോടതിയിൽ ഒരു ദ്വിഭാഷിയുടെ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ കൊടുത്ത കുറ്റപത്രത്തെ അതേപടി അംഗീകരിക്കേണ്ടുന്ന ഒരു സ്ഥിതി അവിടെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ഞങ്ങൾ ആദ്യം ചെയ്തത് ഇന്ത്യൻ സർക്കാർ മുഖേന ഇന്ത്യൻ സർക്കാരിന്റെ ശ്രദ്ധയാണ് ഞങ്ങൾ ആദ്യം ഇതിൽ ക്ഷണിച്ചത്. പക്ഷേ ഇന്ത്യൻ സർക്കാരിന് അയച്ചിട്ടുള്ള നിരവധിയായ നിവേദനങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു മറുപടി ഞങ്ങളുടെ മെയിലിലേക്ക് ഇപ്പോൾ തപ്പിയാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം. നിമിഷപ്രിയയുടെ പേരിലുള്ള ഒരു മെയിൽ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഒരിക്കൽ പോലും ഞങ്ങൾക്കൊരു മറുപടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ ഈ ചർച്ചയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ മുഖേന ഞങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ, അദ്ദേഹം ഈ ആക്ഷൻ കൗൺസിലിന്റെ തുടക്കം മുതൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. ദില്ലി ഹൈക്കോടതിയിൽ ഞങ്ങൾ കൊടുത്ത ഒരു പരാതി, ഒരു ഹർജി, ആ ഹർജിയിലൂടെയാണ് ഇന്ത്യൻ നീതിന്യായ പീഠത്തിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും ശ്രദ്ധ ഇതിലേക്ക് പതിയുന്നത്. കാരണം അതേവരെ മൗനം കൊണ്ടാടിയിരുന്ന കേന്ദ്ര ഗവൺമെന്റ് കോടതിയിൽ എന്തെങ്കിലും ഉത്തരം പറയേണ്ടുന്ന ഒരു സ്ഥിതി സൃഷ്ടിക്കാൻ വേണ്ടി ആദ്യമായി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട മുന്നേറ്റം. അവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരു വക്കീലിനെ ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അവിടെ യമനിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് യമനിൽ നമ്മുടെ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല. ഹൂത്തികളുടെയും ഒക്കെ ഒരു അധികാര തർക്കങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും കാരണം ഇന്ത്യൻ എംബസി ജിബൂട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത് സൗദി അറേബ്യയിലെ റിയാദ് എംബസിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ജിബൂട്ടിയിലെ എംബസിയിൽ നിന്ന് ഒരു യമനി പൗരനെയാണ് അഭിഭാഷകനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ എംബസി ചുമതലപ്പെടുത്തിയത്. ആ അഭിഭാഷകനാണ് ആദ്യത്തെ നമുക്ക് ഇതിലുണ്ടാകുന്ന ഒരു കണ്ണി എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ പരിമിതിയും ഒക്കെ വളരെ ചുരുക്കമാണ്. പക്ഷേ ആദ്യമായിട്ട് കോടതി വഴിക്ക് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന നിലയ്ക്ക് കിട്ടുന്ന ആകെയുള്ള ആനുകൂല്യം ഈ അഭിഭാഷകൻ മാത്രമാണ്. അത് ഇന്ത്യ ഗവൺമെന്റ് എംബസി മുഖേന ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് മാത്രമാണ് ഈ ഘട്ടം വരെ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം പോലും ഡൽഹി ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു പരാതിയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്റെ മുമ്പിലുണ്ട്. ഞാൻ ഇന്നലെ സുപ്രീം കോടതിയിൽ ആ വിചാരണ നടക്കുമ്പോൾ തത്സമയം ഓൺലൈനിൽ ആ വിചാരണ, അതിലെ ഒരു പരാതിക്കാരൻ കൂടിയാണ് ഞാൻ. സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള പരാതിക്കാരൻ കൂടിയാണ് ഞാൻ. ഓൺലൈനിൽ ആ വിചാരണ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അറ്റോർണി ജനറൽ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി അവരുടെ നിസ്സഹായാവസ്ഥ സമ്മതിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് ഇന്നലെ കോടതി വന്നത്. പക്ഷേ ഇന്ന് വളരെ സന്തോഷമുണ്ട്. കാരണം ചിലരെല്ലാം ഈ നിമിഷപ്രിയക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ, അത് ഞങ്ങൾ ആരെയും വില കുറച്ച് കാണുകയല്ല, ഞങ്ങൾക്ക് അവരെ ഒന്നും ആക്ഷേപിക്കണമെന്ന താല്പര്യവുമില്ല. ഈ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരുടെയും സഹായം വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ഉള്ള സ്ഥിതി എന്താ വെച്ചാൽ, ഇല്ലാത്ത അവകാശവാദങ്ങൾ, ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നലെ ആ കോടതി യമനിൽ നടന്ന സംഭവ വികാസങ്ങൾ AP ഉസ്താദിന്റെ ഒരൊറ്റയാളുടെ ഇടപെടൽ മാത്രമാണ്. ഞങ്ങൾ മർക്കസിൽ പോകുന്ന സമയത്ത് അദ്ദേഹം യമനിലെ പണ്ഡിതനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സീനിലേക്കാണ് ഞങ്ങൾ മർക്കസിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം നടന്നിട്ടുള്ള ഒരു കാര്യത്തെ ഇന്നലെ മെനഞ്ഞാന്ന് സുപ്രീം കോടതിയിൽ പറയുന്നു, ഏത് ഞങ്ങൾക്കൊന്നും ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, ഇന്ന് ഉസ്താദിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ സ്ഥാപനം വഴിയുള്ള മർക്കസ് സക്കാത്ത് സുന്നിയ എന്ന് പറയുന്ന കാരന്തൂർ മർക്കസിന്റെ ആ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അവിടെയുള്ള സൂഫി വര്യന്മാർ, പണ്ഡിതന്മാർ, ശ്രേഷ്ഠന്മാർ, അതുപോലുള്ള ആളുകളുമായുള്ള ബന്ധം വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ശരി. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ആക്ഷൻ കൗൺസിൽ നടത്തിയ ശ്രമങ്ങൾ, ലോക കേരള സഭ നടത്തിയ ശ്രമങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ നിസ്സംഗ നിലപാട്. ശ്രീ അഡ്വക്കേറ്റ് സമ്പത്ത്, ഒരുപക്ഷെ ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയകളടക്കം നിറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ, പല കോണുകളിൽ നിന്ന് പല മാധ്യമപ്രവർത്തകരിൽ നിന്ന് നടിക്കുന്നവരടക്കം പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ്.
ഇന്നലെ സുപ്രീം കോടതിയിൽ അടക്കം അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ഈ ലോക കേരള സഭാംഗം കുരാച്ചുണ്ട് പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള നിസ്സംഗത കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് പരിധി ഉണ്ട് എന്ന് പറഞ്ഞൊരു ഭരണകൂടത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കരന്തൂർ മർക്കസ് AP അബൂബക്കർ മുസ്ലിയാർ കാണിച്ചു തന്നത്, ഈ ആക്ഷൻ കൗൺസിൽ കാണിച്ചു തന്നത്, ലോക കേരള സഭ കാണിച്ചു തന്നത്. ഒരു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുക പോലുമില്ലായിരുന്നു. അവിടെയാണ് ഇപ്പോൾ മേനിനടിക്കലുമായും അവകാശവാദവുമായും രംഗത്ത് വരികയും ചെയ്യുന്നത്. എങ്ങനെ കാണുന്നു ഇതിനെ? നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ മലയാളി യുവതിയെ, ഇന്ത്യൻ പൗരനെ തിരിച്ച് സ്വന്തം മാതൃഭൂമിയിൽ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നന്ദിയും കടപ്പാടും ആദ്യമേ അറിയിക്കുകയാണ്. അഭിനന്ദനായ ശ്രീ കാന്തപുരം AP അവറുകളുടെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നമുക്കൊരു ആശ്വാസകരമായൊരു വാർത്ത നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സൂചിപ്പിച്ചതുപോലെ കുറച്ച് സമയം ഇക്കാര്യത്തിൽ നമുക്ക് ആശ്വാസകരമായൊരു വാർത്ത കിട്ടി, കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ആ ഒരു സമയം നമുക്ക് വിനിയോഗിക്കാനാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കേരളം നന്മകളുടെ നാടാണ്. ഇവിടെ നേരത്തെ ശ്രീ കുരാച്ചുണ്ട് വിശേഷിപ്പിക്കുകയുണ്ടായി, ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളിൽ അത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ അങ്ങനെ ഒത്തുകൂടിയ സമയത്ത് അതിനെ ഈ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ട്രോളുകയും വിമർശിക്കുകയും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ഇന്ത്യയുടെ അംബാസഡർമാരായി അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നല്ലൊരു പങ്ക് ഈ മലയാളികൾ കൂടിയാണ്. അവരെ ഒക്കെ ഈ ശാരീരികമായി കൈകാര്യം ചെയ്തില്ല എന്നുള്ളതൊഴിച്ചാൽ വല്ലാതെ മാനം കെടുത്തുന്ന നിലയിലേക്ക് ചില നമ്മുടെ മാധ്യമങ്ങൾ വരെ ചെന്നെത്തി എന്നുള്ളത് വല്ലാതെ ചില വൃത്തികെട്ട ചില സംസ്കാരശൂന്യമായ പ്രവണതകൾ മനസ്സിൻ്റെ കോണുകളിൽ എവിടെയോ വിഷപ്പാമ്പുകളെപ്പോലെ അടയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഇവിടെ നിമിഷപ്രിയയുടെ മോചനത്തിനായി നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നൊക്കെ ഉള്ള അത്തരത്തിലുള്ള വാദങ്ങൾ, അതൊക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ കൂടുതൽ രാഷ്ട്രീയമൊന്നും ഇവിടെ പറയാനായി ആഗ്രഹിക്കുന്നില്ല. ജാതിയും മതവും അല്ല, ഇനി രാഷ്ട്രീയവും വർണ്ണവും വർഗവും ഭാഷയും ലിംഗവും ഒന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അഭിനന്ദനായ ശ്രീ കാന്തപുരം AP സൂചിപ്പിച്ചതുപോലെ മനുഷ്യനാണ്, മനുഷ്യത്വമാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചൊരു മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത്. ഇവിടെ ഞാൻ പാർലമെൻറ്റിൽ ഇന്ത്യ ഗവൺമെൻറ് നൽകിയ ചില മറുപടികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം 2-3 മിനിറ്റ് എടുത്തൊന്ന് പറഞ്ഞോട്ടെ. UAE മാത്രം 26 ഇന്ത്യക്കാരാണ് വധശിക്ഷ കാത്ത് ഇപ്പോൾ കഴിയുന്നത് നിലവിൽ. ഇത് പാർലമെൻറ്റിലെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ചുള്ളതാണ്, നൽകിയിട്ടുള്ള കണക്കനുസരിച്ച്. UAE ഇത് യമനിലാണ്. ആഭ്യന്തരമായ ഒരുപാട് സംഘർഷങ്ങൾ കൊണ്ട് ആ രാഷ്ട്രം, ഒരു കാലത്ത് അത് ദക്ഷിണ യമനും അതുപോലെ ഉത്തര യമനുമായിരുന്നത്, പിന്നീട് അത് സംയോജിക്കപ്പെട്ടത്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ അവിടുത്തെ ആഭ്യന്തര കലാപങ്ങളും സംഘർഷങ്ങളും മറ്റു കാര്യങ്ങളും പലതുമുണ്ട് ഒക്കെ. അപ്പോൾ അതിൽ നമ്മുടെ ഒരു സഹോദരി അവിടെ അകപ്പെട്ടു പോയി. അവരെ നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കണം, തിരിച്ചു കൊണ്ടുവരണം. ഞാനിപ്പോൾ ചിത്രം കാണിക്കുന്നില്ല. ഒരു ഉത്തർപ്രദേശുകാരിയായ 33 വയസ്സുകാരിയായ ഒരു യുവതിയുടെ കഥയല്ല, ഇത് സംഭവമാണ്. അതുകൂടി ഒന്ന് കേൾക്കണം നമ്മുടെ പ്രേക്ഷകർ. ഇന്ത്യൻ യുവതിയുടെ പേര് ഷഹസാദി ഖാൻ എന്നാണ്. ഷഹസാദി ഖാൻ. അവർ UAE അവരെ വധശിക്ഷയ്ക്ക് തൂക്കിലേറ്റുമ്പോൾ അവർക്ക് പ്രായം വെറും 33 വയസ്സാണ്. ഒരു കുടുംബത്തിലെ കെയർടേക്കറായിട്ടാണ് അവരെ ഇന്ത്യയിൽ നിന്ന് അവരുടെ വാലിഡായിട്ടുള്ള വിസയോട് കൂടി തന്നെയാണ് അവിടേക്ക് പോകുന്നത്. ഷഹസാദി ഖാൻ എന്ന യുവതി ഇവർ പണിയെടുത്തിരുന്നതായിട്ടുള്ള ആ ഭവനത്തിലെ ദമ്പതികൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് 4 മാസമായപ്പോൾ സാധാരണഗതിയിൽ എടുക്കേണ്ടുന്ന വാക്സിനേഷനും മറ്റു കാര്യങ്ങളുമെല്ലാം എടുത്തു. നിർഭാഗ്യകരമായ കാര്യം, ആ കുട്ടി മരണപ്പെട്ടു പോയി.
ആ കുട്ടി മരണപ്പെട്ടു പോയി. എന്നാൽ അതിൻ്റെ ഉത്തരവാദി, കുട്ടി മരണപ്പെട്ടതിൻ്റെ ഉത്തരവാദി ഈ കെയർടേക്കറായിട്ടുള്ള ഷഹസാദി ഖാനാണ് എന്ന് ആ മരണപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആരോപിച്ചു. UAE-യിലാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ മറ്റു പല രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കൂടുതലൊക്കെ ഇന്ത്യയുടെ എംബസി, ഇന്ത്യൻ കോൺസുലേറ്റൊക്കെ അത്തരത്തിൽ ഇടപെടലും അത്തരത്തിൽ മറ്റു രീതിയിൽ, ഇപ്പോൾ മലയാളി സമൂഹമാണെങ്കിൽ ഇതിലെല്ലാം നടത്തുന്ന ഒരു ഇടപെടലുണ്ട്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് നമ്മളിന്നിപ്പോൾ ചർച്ച ചെയ്യാനിടയായത്, യമനിലാണെങ്കിൽ പോലും. ഈ സ്ത്രീക്ക് ലഭിച്ചതായിട്ടുള്ള എന്ത് സഹായമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം, അവസാനത്തെ ടെലിഫോൺ കോൾ, അത് 2025 ഫെബ്രുവരി മാസം 15 ആ ഇന്ത്യൻ പൗരൻ, ഈ യുവതി വധശിക്ഷ നടപ്പാക്കപ്പെടുന്നതിൻ്റെ തലേന്ന് അവസാനമായി കരഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഇനിയൊന്നും ചെയ്യാനില്ല, എനിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്ക് ഈ വധശിക്ഷയ്ക്ക് കാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളുടെയും നന്മയ്ക്കായി നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കുക, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ആ കുട്ടിയുടെ അവരുടെ വാപ്പയോടും ഉമ്മയോടും കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു, നമ്മൾ ഡൊമസ്റ്റിക് ഹെൽപ്പർ എന്നൊക്കെ പറയുന്നത് പോലെ കെയർടേക്കറായി പോയ ഈ സ്ത്രീയുടെ ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലാതിരുന്നത് കൊണ്ട് ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇവർ ഇത്തരത്തിൽ ഈ സുപ്രീം കോടതിയിൽ ഈ ഒരു ഹർജി കൊടുത്തതുപോലെ ഡൽഹി ഹൈക്കോടതിയിൽ ആ സ്ത്രീയുടെ, ആ യുവതിയുടെ പിതാവ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ആ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അലി മുഹമ്മദ് മാസായിരുന്നു ഹാജരായത്. അദ്ദേഹം ഇത് സംബന്ധിച്ച് പറയുകയുണ്ടായി. ഈ കേസ് അവിടെ കോടതിയിൽ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയുകയാണ് വധശിക്ഷ നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞു എന്ന്. കോടതി തന്നെ വാസ്തവത്തിൽ ഞെട്ടി. ഇതൊരു ദുഃഖകരമായ വാർത്തയാണ് എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്. ഇവിടെ ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇന്ത്യൻ പൗരൻ, ആ പൗരൻ മറ്റൊരു വിദേശ രാഷ്ട്രത്തിൽ ഈ വിധത്തിൽ ജയിലിലാണ്. കുറ്റവിചാരണ എങ്ങനെയും നടക്കാം. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്നൊക്കെ പറയുന്നതും ഇവിടെ നമുക്ക് ഈ മറ്റേതെങ്കിലും ഭാഷ മാത്രമേ അറിയുള്ളൂ എങ്കിൽ ആ ഭാഷ അറിയാവുന്ന ആളിനെ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ആളിനെ അടക്കം നൽകാനും അഭിഭാഷകനെ ഏർപ്പെടുത്താനുള്ള ശേഷിയില്ല എങ്കിൽ ഇവിടെ കോടതി തന്നെ, അത് സ്റ്റേറ്റിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ചുമതലയിൽ അത്തരത്തിൽ സൗജന്യമായ നിയമസഹായം നൽകലുമെല്ലാം അത് നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യങ്ങളാണ്. ലോകത്തിലെ മറ്റ് പല രാഷ്ട്രങ്ങളിലും ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാ ഭാഷയും അതുപോലെ തന്നെ പ്രത്യേകിച്ചും അവിടുത്തെ ഈ ലീഗൽ ടെർമിനോളജിയും അവിടുത്തെ ഈ ബന്ധപ്പെട്ട ക്രിമിനൽ നടപടിക്രമങ്ങളും ഈ വകുപ്പുകളുമെല്ലാം ഈ പാവപ്പെട്ട ഈ ആളുകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവരെല്ലാം അത്തരത്തിൽ നിയമബിരുദധാരികളുമല്ല, ആണെങ്കിലും കഴിയില്ല. അങ്ങനെ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വധശിക്ഷ കാത്തു കഴിയുന്നതായ ഒരു ഇന്ത്യൻ പൗരൻ്റെ സ്ഥിതി അറിയണമെങ്കിൽ ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ ആ കുടുംബം, പാവപ്പെട്ട കുടുംബം ഒരു അഭിഭാഷകൻ മുഖാന്തരം ഹർജി കൊടുത്ത് ആ ഹർജി അത് കേൾക്കുമ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് നടപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ കുടുംബം അവിടെ പോയി, അവിടെ ഇപ്പോൾ UAE-യിലാണ് എങ്കിൽ ഇപ്പോൾ ഇവിടെ ശ്രീ കൂരാച്ചുണ്ടൊക്കെ ഉള്ളതുകൊണ്ട് പറയുമല്ലോ, അവിടെ നിന്ന് ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പ്രക്രിയയുണ്ട്. അല്ലെങ്കിൽ അവിടെ തന്നെ അത് പിന്നെ അത് ഇപ്പോൾ ഈ സ്ത്രീയുടേതാണ് എങ്കിൽ അവിടെ തന്നെ അത് സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ. ഇന്ത്യ ഗവൺമെൻറ് ഇവരോട്, കുടുംബാംഗങ്ങളോട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ആ പിതാവ് ചോദിക്കുകയാണ്, എനിക്ക് വിമാനയാത്രയ്ക്കുള്ള പണം പോലും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലാണല്ലോ എൻ്റെ മകൾ അവിടേക്ക് കെയർടേക്കറായി പോയത്. നേരത്തെ ഞങ്ങൾ അറിയിച്ചിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ ആരോടെങ്കിലും ഞങ്ങൾ ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ വിധത്തിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയില്ലായിരുന്നോ എന്ന്. ഞാനിത് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നുള്ളത് ഇന്ത്യക്ക് പുറത്ത് ഇത്തരത്തിൽ പണിയെടുക്കാനോ അതല്ല, അവരോടൊപ്പം കുടുംബാംഗങ്ങളായി പോയവരോ വിദ്യാഭ്യാസത്തിനായി പോയ കുട്ടികളോ അവിടെ ജനിച്ച ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ളവരോ ഒക്കെ അവരുടെ ജീവന്, സ്വത്തിന്, മാനത്തിന്, സ്വകാര്യതയ്ക്ക് ഉള്ള സംരക്ഷണം നൽകാൻ ഭരണഘടനാപരമായി ചുമതലപ്പെട്ടവരാണ്.
ആ ഭരണഘടനാപരമായ ദൗത്യം നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെടുക എന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് പരാജയപ്പെടുന്നു പൗരന്മാരുടെ മുന്നിൽ എന്നാണ്. വല്ലാതെ വീമ്പിളക്കലല്ല നമുക്ക് വേണ്ടത്. ഇവിടെ വേണ്ടത് ഇത്തരത്തിലുള്ള നമ്മുടെ പൗരന്മാരോട് ദയയാണ് വേണ്ടത്, കനിവാണ് വേണ്ടത്, അവരെ ചേർത്ത് പിടിക്കലാണ് വേണ്ടത്. കുറ്റവിചാരണയെല്ലാം നടക്കണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ കുറ്റവാളികളല്ലാത്തവരും അത്തരത്തിൽ തങ്ങൾക്ക് അപ്രാപ്യമായ ഒരു സ്ഥലത്ത്, തങ്ങൾക്ക് അജ്ഞാതമായ ഒരു സ്ഥലത്ത്, തങ്ങൾക്കറിയില്ലാത്ത ഭാഷ, തങ്ങൾക്കറിയില്ലാത്തതായ ഒരു സിസ്റ്റം, അവിടെ അങ്ങനെ ശിക്ഷിക്കപ്പെടുകയും ജീവൻ തന്നെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും നോവുന്നില്ല എങ്കിൽ നമ്മളൊന്നും മനുഷ്യരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മാത്രമേ എനിക്ക് പറയാൻ. ശ്രീ സമ്പത്ത്, ഒരുപക്ഷെ ഗോകുൽ ഗോപിനാഥ് BJP പ്രതിനിധി ഉണ്ട് ഇവിടെ. നേരത്തെ ലോക കേരള സഭാംഗം കൂരാച്ചുണ്ട് പറഞ്ഞതുപോലെ, ഇപ്പോൾ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ, രാജ്യത്ത് നിന്ന് പോകുന്നവരെല്ലാം ഞങ്ങളുടെ മക്കളല്ല, രാജ്യക്കാരല്ല എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഭരണകൂടം. പക്ഷേ കേരളത്തിൽ നിന്ന് പോകുന്ന ഏതൊരാളും, അത് ലോകത്തിൻ്റെ ഏത് കോണിലായാലും, അത് കേരളത്തിൻ്റെ മകൻ തന്നെയാണ് അല്ലെങ്കിൽ മകൾ തന്നെയാണെന്ന് എല്ലാ കാലവും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഏറ്റവും അടുത്തൊരു ഉദാഹരണമാണ് നിമിഷപ്രിയയുടേത്. ഇന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു ഷിരൂരിൽ കൊല്ലപ്പെട്ട, മണ്ണിനടിയിൽ പോയ അർജുൻ്റെ മരണം നടന്നിട്ട് കൃത്യം 1 വർഷം തികയുന്നൊരു വേള കൂടിയാണ് ഇവിടെ. ആ അർജുന് വേണ്ടി കേരളം നടത്തിയ യത്നം കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ശ്രീ ഗോകുൽ ഗോപിനാഥ്, നേരത്തെ കൂരാച്ചുണ്ട് ചൂണ്ടിക്കാട്ടിയത്, ഇവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു യുവതി ജയിലിൽ കിടക്കുന്നുണ്ട്, അവർക്കൊരു നിയമസഹായം പോലും കിട്ടുന്നില്ല. പല തവണ ഇമെയിൽ അയച്ചു, ഒരു മറുപടി പോലും ഉണ്ടായിരുന്നില്ല. ഹൈക്കോടതിയുടെ ഇടപെടൽ വരുമ്പോഴാണ് സോളിസിറ്റർ ജനറൽ അടക്കം അവിടെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു മറുപടി നൽകുന്നത്. എവിടെയാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ പൗരന്മാരോട്, രാജ്യം വിട്ടുപോകുന്ന, രാജ്യത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവരോട് എന്ത് നിലപാടാണ് ഭരണകൂടത്തിനുള്ളത്, കേന്ദ്ര ഭരണകൂടത്തിനുള്ളത്? ഇന്ന് ഈ ചർച്ച കൈരളി ചാനൽ നടത്തുമ്പോൾ ഇത്ര സങ്കുചിതമായി ഈ അതിവൈകാരികമായ മാനുഷിക പ്രശ്നത്തിൽ ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിക്കുന്നതിൻ്റെ ഔചിത്യം നിങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് ആമുഖമായി പറയാനുള്ളത്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഈ നടന്ന സാഹചര്യം 2017 മുതൽ യമനിൽ വച്ച് സംഭവിച്ച ഈ കുറ്റവുമായി ബന്ധപ്പെട്ടും ശിക്ഷയുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ പൗര എന്ന രീതിയിൽ, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം, BJPയുടെ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ഇടപെടലുകളും സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 2018 ആദ്യഘട്ടത്തിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി എടുത്ത നിലപാടെന്ന് പറയുന്നത് കോൺസുലർ അസിസ്റ്റൻസ് നൽകുക എന്നുള്ളതാണ്, നിയമസഹായം നൽകാനുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ചെയ്തത് എക്സ്ട്രഡിക്ഷൻ, കൈമാറൽ, നമ്മുടെ രാജ്യത്തേക്ക് കുറ്റവാളിയെ കൈമാറാൻ കഴിയുന്ന സാഹചര്യം നമ്മൾ സാധാരണ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രാഥമികമായി ഉണ്ടായ പ്രതിബന്ധമെന്ന് പറയുന്നത് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ക്രൈം, ഗ്രാവിറ്റി ഓഫ് ഒഫൻസ്, ഗ്രാവിറ്റി ഓഫ് ക്രൈം, അതൊരു വലിയ പ്രതിബന്ധമായി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ എൻ്റെ സഹ പാനലിസ്റ്റുകൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ യമൻ എന്ന് പറയുന്നത് ഒരു അരക്ഷിതമായ നിയമ സംവിധാനം മാത്രമല്ല, അരക്ഷിതമായ സാമൂഹിക സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. അവിടെ നിയമമില്ല, ഭരണകൂടമില്ല, അതിൻ്റെ തലസ്ഥാനമായിട്ടുള്ള സന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഹൂതികളുടെ കയ്യിൽ നിലനിൽക്കുന്നു, ഇടപെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് നിയമസഹായം, അവിടെ ഇന്ത്യക്ക് കോൺസുലേറ്റ് പോലും, എംബസി പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിന്ന സാഹചര്യത്തിലാണ് നിമിഷപ്രിയയ്ക്ക് കൃത്യമായിട്ടുള്ള നിയമസഹായം, അതുപോലെ തന്നെ അവിടുത്തെ കോടതികൾക്കകത്തും ജയിലിനകത്തും കൃത്യമായിട്ട് മാനുഷികമായിട്ടും ഇന്ത്യൻ പൗര എന്ന രീതിയിൽ ലഭിക്കേണ്ട സഹായങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെട്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഇന്ത്യൻ ഭരണകൂടം ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇന്ത്യൻ പൗരന്മാരായിട്ട് മറ്റ് രാജ്യങ്ങളിൽ ജോലിയെടുക്കാനും പഠിക്കാനും പോകുന്ന ആളുകൾക്ക് ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്നില്ല എന്ന് എത്ര പച്ചക്കള്ളമാണ് വന്നിരുന്നു കൊണ്ട് ചാനൽ ചർച്ചകളിൽ ഇവിടെ ആളുകൾ പറയുന്നത്. നിങ്ങൾ ഓർക്കുക, കഴിഞ്ഞ 2014 മുതൽ ഈ 2025 വരെ എത്തി നിൽക്കുമ്പോൾ വിവിധ ഘട്ടങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ BJPയുടെ ഭരണകൂടം, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ മൈത്രി നമ്മൾ മറന്നു പോയിട്ടില്ലല്ലോ. നേപ്പാളിൽ ഭൂചലനം ഉണ്ടായപ്പോൾ അവിടെ ആയിരക്കണക്കിനായിട്ടുള്ള ഇന്ത്യക്കാരെ ഇവിടെ തിരികെ എത്തിച്ച മൈത്രി. അതുപോലെ തന്നെ യമൻ, ഈ നിമിഷപ്രിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയങ്ങളിൽ പോയി പെടില്ലായിരുന്നു. അവിടെ യമനിൽ ആഭ്യന്തര യുദ്ധം 2015 മാർച്ചിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഓപ്പറേഷൻ രാഹത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് 5600ഓളം ആളുകളെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടുന്ന ഇടപെടൽ, ഇവാക്യുവേഷൻ ഇടപെടൽ നടത്തിയ ഒരു രാജ്യമാണ്, ഒരു ഭരണകൂടമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ കോവിഡിൻ്റെ കാലത്ത് നമ്മളിതെല്ലാം കണ്ടതല്ലേ,
ദശലക്ഷക്കണക്കിന് ആളുകളെയല്ലേ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വിവിധ മാർഗങ്ങളിലൂടെ തിരികെ എത്തിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നു പോകുന്ന ആളുകളെ അവരവിടെ ഏതെങ്കിലും ഒരു ക്രൈമിൻ്റെ ഭാഗമായി ഏതെങ്കിലും കുറ്റത്തിൻ്റെ ഭാഗമായി ശിക്ഷിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധിയിലാക്കപ്പെടുമ്പോൾ മാത്രമല്ല, ഏത് സാഹചര്യങ്ങളിലും സാമൂഹിക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പാൻഡമിക്കുകൾ ഉണ്ടാകുന്ന വലിയ രീതിയിൽ അസുഖങ്ങൾ പൊട്ടിപ്പറവിടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ രാജ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായി ഒരു ഭരണകൂടം ചെയ്യാൻ കഴിയുന്നതിനും അതിനും അപ്പുറവും ചെയ്യാൻ വേണ്ടി എപ്പോഴും നരേന്ദ്രമോദി നേതൃത്വത്തിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ശ്രമിച്ചിട്ടുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു വൈകാരികമായ പ്രശ്നമാണ്, അതിന്റെ ഔചിത്യത്തിന്റെ കാര്യത്തെക്കുറിച്ച് താങ്കൾ ചോദിക്കുകയും ചെയ്തു. ഈ ഔചിത്യമില്ലായ്മ കേന്ദ്ര സർക്കാരിനുണ്ടെന്നാണ് നേരത്തെ തന്നെ ഇവിടെ ചാനൽ പാനലിസ്റ്റുകൾ പറഞ്ഞത്. മാത്രമല്ല താങ്കൾ പറഞ്ഞതിനകത്ത് താങ്കൾ പറഞ്ഞല്ലോ കോടതിയിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തുടക്കം തൊട്ട് പറഞ്ഞത് കേരള സമൂഹത്തിന്റെ മുന്നിലുണ്ട്. നിങ്ങൾ പറഞ്ഞെന്താണ്, ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അത് അങ്ങനെ തന്നെ പരിഹരിക്കപ്പെടട്ടെ. ഏറ്റവും ഒടുവില ഇന്നലെ സുപ്രീം കോടതിയിൽ പറഞ്ഞെന്താണ്, ഞങ്ങൾക്ക് പരിധിയുണ്ട് എന്ന് പറഞ്ഞു. ആ പരിധി പറഞ്ഞതിന്റെ പിന്നാലെയാണ് ഇവിടെ വലിയ ഇടപെടൽ ഉണ്ടാകുകയും അവിടെ വധശിക്ഷ നീട്ടിവെക്കാൻ ഇടപെടുകയും ചെയ്തത്. ശ്രീ ഗോകുൽ, ഈ കൂരാച്ചുണ്ട് പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, കൂരാക്കുണ്ട് ചോദിച്ച ചോദ്യമാണ്, എത്ര തവണ മെയിൽ അയച്ചു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒരു മറുപടി, ഒരു മെയിൽ എന്തുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ മെയിലിലേക്ക് ചെന്നില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്? ആ ചോദ്യം പ്രസക്തമല്ലേ? നിങ്ങൾ ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളുള്ള അഭിപ്രായങ്ങളൊന്നും, നിങ്ങൾ ഈ പറയുന്ന വിമർശനങ്ങളൊന്നും നിമിഷപ്രിയയുടെ മാതാവിനോ കുടുംബത്തിനോ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഇത് നിങ്ങൾ അഭിപ്രായപ്പെടാൻ. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ എന്താ പറയുക, പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ പെട്ടെന്ന് ഇന്ന് ഉണ്ടായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ കുടുംബത്തിന്, നിമിഷപ്രിയയുടെ അമ്മയ്ക്ക്, ആ പെൺകുട്ടിയെ പെറ്റുപോറ്റിയ അമ്മയ്ക്ക് ഈ അഭിപ്രായം ഉണ്ടോ? നിങ്ങൾ രാഷ്ട്രീയ അഭിപ്രായം ഉണ്ടോ? ഈ രാഷ്ട്രീയ പറയട്ടെ ശ്രീ ഗോകുൽ, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചത് ആരാണെന്നുള്ളത് ഇന്ന് മൊത്തം കണ്ടതാണ്. ആരാണ് ഇതിന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഗവർണറുടെ പേര്, മോദിയുടെ പേര് തകർത്ത് ഉപയോഗിക്കുകയാണ്. താങ്കൾ പറഞ്ഞത് ഈ ഗോകുൽ പറഞ്ഞത് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ അഭിപ്രായം പറയാനുള്ള സാഹചര്യത്തിൽ ശ്രീ കൂരാച്ചുണ്ട് താങ്കൾക്ക് പറയാം. ബഹുമാനായ BJP-യുടെ പ്രതിനിധി നല്ല തമാശക്കാരൻ കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ഞാൻ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. ജയിലിൽ നിമിഷപ്രിയക്ക് സഹായം നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് സഹായമാണ് നിമിഷക്ക് ആ ജയിലിൽ ലഭിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ യമനിലെ മനുഷ്യരുടെ മനുഷ്യത്വമാണ് ആ ജയിലിൽ ഇപ്പോഴും നിമിഷപ്രിയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ കുറ്റകൃത്യത്തിന് ശേഷം 300 കിലോമീറ്റർ ദൂരത്തിലോട്ട് പലായനം ചെയ്ത നിമിഷയെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആരുടെ കയ്യിലാണ് കൊടുത്തതെന്നറിയാമോ? പോലീസ് അല്ല ജയിലിൽ കൊണ്ടാക്കുന്നത്. കൊല്ലപ്പെട്ട യുവാവ് തലാലിന്റെ ജ്യേഷ്ഠന്റെ കയ്യിലാണ് പോലീസ് ആ കുറ്റവാളിയായിട്ടുള്ള നിമിഷയെ ഏൽപ്പിക്കുന്നത്. എന്താണ് അവർ ചെയ്തത്? ആ യമനിൽ അവർക്ക് വേണമെങ്കിൽ ആ നിമിഷപ്രിയ ആ സമയം ഇല്ലാതാക്കാമായിരുന്നു. പക്ഷെ ആ കുടുംബം ഏറെ സങ്കടപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്ന അവസരമായിട്ട് പോലും ആ കുടുംബം എന്താ ചെയ്തത്? ഈ നിമിഷപ്രിയയെ ഒരു പരിക്ക്, ഒരു പോറലും ഏൽക്കാതെ ഭക്ഷണം നൽകിക്കൊണ്ടാണ് ഇവിടെ സനയിലെ ജയിലിൽ കൊണ്ടാക്കുന്നത്. ഒരു സഹായവും കേന്ദ്ര ഗവൺമെന്റ് ഈ സമയം വരെ ജയിലിൽ നൽകിയിട്ടില്ല. ഞങ്ങള് ജിദ്ദയിൽ നിന്ന് വഹീദും അതുപോലെയുള്ള ദുബായിൽ നിന്നുള്ള ഷംസീർക്കയും അതുപോലെയുള്ള ആളുകളാണ് യമനിലെ ജയിലിൽ നിമിഷക്ക് പ്രാഥമിക ചില കാര്യങ്ങൾ ആവശ്യമുണ്ടല്ലോ, പുറമേ നിന്ന് പണം കൊടുത്ത് വാങ്ങേണ്ടത്. ഞങ്ങൾ വിവിധ കോണുകളിലൂടെ $100 $50 അവിടെ ജയിലിൽ എത്തിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിമിഷപ്രിയക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. വെറും തമാശ പറയല്ലേ? 2018 നിയമസഹായം നൽകി എന്നുള്ള അറിവ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? മറ്റൊന്ന്, കൈരളി ഈ വൈകാരിക പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി തയ്യാറായി നിങ്ങൾ ചർച്ചയ്ക്ക് വെച്ചത് തന്നെ ശരിയായില്ല എന്നാണ് ഇന്നും ഇന്നലെയായിട്ട് എല്ലാ ചാനലുകളിലും കൊണ്ടാടുകയല്ലേ സർ ഈ വിഷയത്തെ. അപ്പോൾ നിങ്ങൾക്കെതിരായി മാറുമ്പോൾ BJP-ക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കും എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ചർച്ചയെ പോലും പരിഹസിക്കുകയാണോ വേണ്ടത്? തള്ളിപ്പറയുകയാണോ വേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നൊരു ചാനൽ ചർച്ചയിൽ ഞാൻ ഞെട്ടിപ്പോയി പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയുടെ പേരൊക്കെയാണ്? നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ പേര്, പ്രധാനമന്ത്രിയുടെ പേര്. ഇതൊക്കെ പറയണമെങ്കിൽ അപാരമായ തൊലിക്കെട്ട്. ഇത് ഞങ്ങൾക്ക് ഈ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കുടുംബം ഞങ്ങൾക്കെതിരായി ഒന്നും പറയുന്നില്ല. ശരിയാണ്, കുടുംബത്തെ ചില ആളുകളെ കുടുംബത്തെ അവർ കയ്യിലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ കുടുംബത്തിന് അന്ന് നമ്മളെ നിമിഷപ്രിയയുടെ കേസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നൽകിയ ഹർജിയിലാണ് അമ്മ അവിടെ ചെന്നത് യമനിൽ.
അമ്മ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മയെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞ സാമുവൽ ജെറോം, അന്ന് ബഹളമുണ്ടാക്കിയ ജെറോം, ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കിയ ജെറോം, ആ ജെറോം ഇന്ന് അമ്മയെ തിരിച്ചയക്കാൻ വേണ്ടി തയ്യാറായില്ല. കാരണം അമ്മയെപ്പോലും അവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നാട്ടിലും അങ്ങനെയുണ്ട് സംഗതി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മുടെ കേസ് ഇന്നിപ്പോ ഒരു വിശ്വാസം മാത്രമാണ് കിട്ടിയത്. അവരെ വധശിക്ഷ നടത്തുന്നത് മാറ്റിവെച്ചു എന്ന് മാത്രമാണ്. ഞങ്ങൾക്കിടയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ ശിക്ഷ പൂർണ്ണമായ രീതിയിൽ ആ കുടുംബത്തെ ബന്ധപ്പെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കേണ്ടത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ സാമുവൽ ജെറോം തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. മനസ്സാക്ഷി വേണം. ഏതർത്ഥത്തിലും ഇന്ന് കേരളീയ സമൂഹം, മലയാളി സമൂഹം മുഴുവനും ശ്രദ്ധിക്കുന്ന ഈ കേസിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ തള്ളിപ്പറഞ്ഞില്ലേ നമ്മുടെ ജെറോം എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഈ കാലമത്രയും നമ്മൾ ആക്ഷൻ കൗൺസിൽ എന്ന നിലയ്ക്ക് ആദ്യം $4000 അയച്ചു. ആ $4000 അയച്ചതിന്റെ പ്രവർത്തനം എന്ത് നടത്തിയെന്ന് ആക്ഷൻ കൗൺസിലിനോട് പറഞ്ഞില്ല. 2 തവണയായി $40,000 ഈ നാട്ടിലെ ജനങ്ങളോട് തെണ്ടിപ്പിരിച്ചു വാങ്ങിയിട്ടുള്ള ഡോളർ എംബസി വഴിക്ക് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവിടുത്തെ എംബസിയിലെ സഹപ്രവർത്തകർക്കും നൽകി. അത് എന്ത് ചെയ്തു എന്നുള്ള ഒരു കാര്യവും ഇന്നേ വരെ ആക്ഷൻ കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാമുവൽ ജെറോം തയ്യാറായിട്ടില്ല. എന്നിട്ട് ചാനലിൽ കിടന്ന് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് വൈഭവങ്ങൾ തെളിയിക്കുകയാണ്. BJPയോടുള്ള കൂറ് പ്രഖ്യാപിക്കുകയാണ്. അതൊന്നും അല്ല ഇക്കാര്യത്തിൽ വേണ്ടത്. സമചിത്തതയോടുകൂടി നാളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ആരാ ഇടപെടുക? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു പലരുടെയും പേര് വിളിച്ചു പറഞ്ഞാൽ നാളെ ഈ കാര്യം, നാളെ മുതൽ, ഇന്നല്ലേ ഈ നടപടി നിർത്തിവെച്ചത്, നാളെ മുതൽ ഉസ്താദിന്റെ മുമ്പിൽ ഞങ്ങൾ എങ്ങനെ പോകും? വളരെ ശരി, താങ്കൾക്ക് വൈകാരികമായി തന്നെ സംസാരിക്കേണ്ടി വരുന്നത് മനസ്സിലാകുന്നുണ്ട് ശ്രീ കൂരാച്ചുണ്ട്. താങ്കൾ അടക്കം നടത്തിയ ശ്രമങ്ങളെ കുറിച്ച്. ശ്രീ സമ്പത്ത്, ഇപ്പോൾ തന്നെ ഗോകുൽ ഗോപിനാഥ് പറഞ്ഞതിലുണ്ട്. എന്താണ് കൈരളി ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നതിൻ്റെ ഔചിത്യം? കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ചർച്ച നടത്തുന്നത് കൈരളിയാണ്. ഈ വിഷയത്തിൽ നിർണായകമായി ഇടപെടൽ നടത്തിയത് കാന്തപുരമാണ്. ഒപ്പം തന്നെ ആക്ഷൻ കൗൺസിൽ നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം വല്ലാത്തൊരു ജാള്യതയുണ്ട് BJPക്ക്, കേന്ദ്ര ഭരണകൂടത്തിന്. ആ വാക്കുകളാണ് ഈ ഔചിത്യം എന്നുള്ളതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്, അല്ലേ ശ്രീ സമ്പത്ത്? ഞാനിപ്പോൾ അദ്ദേഹമായിട്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ തർക്കത്തിനൊന്നും ഈ വേള ഞാൻ ഉപയോഗിക്കുന്നതേ ഇല്ല. നമുക്ക് രാഷ്ട്രീയം വേറൊരു അവസരത്തിൽ പറയാം. അഭിനന്ദനായ കാന്തപുരം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യനും മനുഷ്യത്വവുമാണ് വലുത് ഇക്കാര്യത്തിൽ. അതിൽ കേരളം മാതൃക തന്നെയാണ്. ഇനി എന്തെല്ലാം BJPക്കാർ, അപ്പോൾ ഞാൻ വേറൊന്നും പറയുന്നില്ല, നമ്മുടെ നാട്ടിലെ BJPക്കാർക്കും RSSകാർക്കുമുള്ള അവരുടേതായിട്ടുള്ളൊരു പ്രത്യേകതരം അവരുടെ മുന്ന സ്വഭാവം, ആ എമ്പുരാൻ സിനിമയിലെ മുന്നേ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ വീടുകളിലും അത്തരത്തിലുള്ള മുന്നകളെല്ലാം ഉണ്ടാവും. അതിന് ജാതിമത വ്യത്യാസമൊന്നുമില്ല. അത്തരത്തിലുള്ള ആളുകൾ ഈ നമ്മുടെ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് ചില ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് CPMനെ അങ്ങനെ വിമർശിക്കുന്നത് അത് അവരുടെ അവകാശമാണ്, അധികാരമാണ്. അത് ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യാം. കേരളത്തിലെ സർക്കാരിനെയും അടച്ചാക്ഷേപിക്കാം. അതും ഒന്നും ഒരു കുഴപ്പമില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിനെ ആക്ഷേപിച്ചിട്ട് അത്തരത്തിൽ പോവുക എന്ന് പറയുന്നത്, ആർക്കും വന്ന് കേരളത്തിൽ വന്നിട്ട് നമ്മുടെ മുഖത്ത് നോക്കി തുപ്പിയിട്ട് പോകുമ്പോൾ ആ ഉച്ഛിഷ്ടവും തുപ്പലുമെല്ലാം എടുത്ത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ട് ആ കൊള്ളാം ബഹുത്ത് അച്ചാഹേ എന്ന് പറയാനുള്ള അതിനുള്ള ഒരു ആർജവമെന്ന് ഇൻവെർട്ടഡ് കോമയിൽ അതിനുള്ള സഹിഷ്ണുതയൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. എൻ്റെ അമ്മ അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലുമുള്ള ജനതയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ സഹിഷ്ണുത ഉള്ളതുകൊണ്ട് ആ സഹിഷ്ണുത അവരുടെ ദൗർബല്യമായി കണ്ടുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് അധികാരത്തിൻ്റെ ഹുങ്കുകൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് വന്ന് ഈ കേരളത്തെ, നമ്മുടെ മാതൃഭൂമിയെ എന്തും പറഞ്ഞിട്ട് പോകുമ്പോൾ അതെല്ലാം തന്നെ അത്തരത്തിൽ അങ്ങനെ ഈ രണ്ട് കൈയും നീട്ടി കൈക്കുമ്പിളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് കാല് കഴുകി അത് കുടിക്കാനുള്ള അത്തരത്തിലൊന്നും മലയാളികളെ അങ്ങനെ ഒന്നും ആരും അടിമകളാക്കാനായി വരേണ്ടതായിട്ടില്ല. റിയൽ കേരള സ്റ്റോറി എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ സ്റ്റോറിയാണ്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തെ കൂടി അതുകൂടി ഒന്ന് കേൾക്കണം നിങ്ങൾ. 2000 ആണ്ട് മുതൽ ഇങ്ങോട്ടേക്ക് 2020 ആണ്ട് കോവിഡിന് ശേഷമുള്ള കാലം, കോവിഡ് 2019 വന്നതിന് ശേഷം അതിൻ്റേതായിട്ടുള്ളൊരു ഒരു കാഠിന്യമെല്ലാം കുറഞ്ഞതിന് ശേഷം 2020 അവസാന നാളുകൾ മുതൽ 2024 വരെ ഈ വിദേശകാര്യ വകുപ്പ് മന്ത്രികാര്യാലയം, നിങ്ങളൊക്കെ മന്ത്രാലയം എന്ന് പറയുമെങ്കിലും അത് യഥാർത്ഥത്തിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നുള്ളത് മന്ത്രികാര്യാലയം, 47 ഇന്ത്യൻ പൗരന്മാരെ വിവിധ രാഷ്ട്രങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് പാർലമെൻറ്റിൽ നൽകിയതായ കണക്ക്.
അത് 2020 മുതൽ 2024 വരെയുള്ള ആ കാലം 47 ഇന്ത്യൻ പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്ന് പറയുമ്പോൾ അതിൽ നിരപരാധികൾ ഉണ്ടാവാം. ഒരുപക്ഷെ അവരുടേതായിട്ടുള്ള ഡിഫൻസ് ആ വിധത്തിൽ നടത്താൻ കഴിയാത്തത് കൊണ്ട് അത്തരത്തിൽ സംഭവിക്കാം. ചിലപ്പോൾ അവർ തന്നെ കുറ്റവാളികൾ, അത് ഈ ക്രിമിനൽ കുറ്റങ്ങളിലാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഇത് ഈ കൊലപാതകം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും അതിൻ്റെ ഇൻറ്റൻഷൻ, മോട്ടീവ് അതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് മറ്റു പല രാഷ്ട്രങ്ങളിലും അങ്ങനെ ആയിരിക്കും. ചിലയിടങ്ങളിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വിഷയങ്ങൾ വരാം, ചില അട്ടിമറി പ്രവർത്തനങ്ങളാവാം. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു ചെറിയ കാലയളവിൽ ഇത്രയും ആളുകൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത് നടാടെയാണ് എന്ന കാര്യം കൂടി മറന്നു പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞ കേസുണ്ടല്ലോ, ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ഇറ്റ്സ് ഓൺ റെക്കോർഡ്, ഞാൻ ആ പറഞ്ഞ സ്ത്രീയുടെ, ഷഹസാദി ഖാൻ്റെ പിതാവ്, ആ 33 വയസ്സുകാരുടെ പിതാവ് കൊടുത്ത ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം, മരണപ്പെട്ടുപോയ 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതില്ല എന്നും ആ മരണത്തെ സംബന്ധിച്ചൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ട എന്നും UAE ഭരണകൂടത്തിന്, അവിടുത്തെ പോലീസിന് അങ്ങനെ എഴുതി നൽകുകയുണ്ടായി. അവരുടെ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് കാര്യങ്ങളും പോയില്ല. അങ്ങനെ ഒരു രാജ്യത്ത് പോലും ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ്റെ, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ, കേരളത്തിലായതുകൊണ്ട് നമ്മൾ ചർച്ചയെ കിടക്കുന്നു, ഇത്തരം ഒരു കാര്യത്തിൻ്റെ നാട്ടുകാരറിയുന്നു, ഒരുപാട് ആളുകൾ ഈ പറയുന്നത് ഞങ്ങളാണ് എന്നുള്ള നിലയിലേക്ക് വരുന്നു. എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ വേറെ പല ആളുകളും അത്തരത്തിൽ ഇനിയിപ്പോൾ വന്നിട്ട് അവരടക്കം പുതുതായി ആരെങ്കിലും വരുന്നുവെങ്കിൽ അവരും എല്ലാം വരട്ടെ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചൊരു കാര്യം ഉത്തർപ്രദേശ് പോലെ അല്ല, ഉത്തരേന്ത്യ പോലെ പല സംസ്ഥാനങ്ങളെയും പോലെയല്ല. നമ്മൾ എത്ര പാവപ്പെട്ട മനുഷ്യനായാലും ആ മനുഷ്യന് വേണ്ടി, റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി കേരളം അറിയുമല്ലോ, നമ്മൾ അതും ചർച്ചയിലെടുക്കണമല്ലോ. റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ഒഴുകിയെത്തിയത് എന്നുള്ളത് നമ്മൾ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ കാലത്ത് വേറൊന്നും കൊടുക്കാനില്ലെങ്കിൽ മക്കൾ അവരുടെ കുടുക്ക പൊട്ടിച്ച് അതടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനും, എൻ്റെ വീടിനടുത്ത് ഗവൺമെൻറ് വിമൻസ് കോളേജിലെ ക്യാമ്പിലേക്ക് കൊച്ചു കുട്ടി വേറൊന്നും കിട്ടാത്തത് കൊണ്ട് അവൾക്ക് അവളുടെ അമ്മൂമ്മ വാങ്ങിക്കൊടുത്ത ബിസ്ക്കറ്റ് കൂടും കുറേ വീട്ടിലെ മുളക് പൊടിയും തേയിലപ്പൊടിയും എടുത്തുകൊണ്ട് അവളുടെ അമ്മൂമ്മയും വിളിച്ചുകൊണ്ട് അവിടെ വന്ന് നിന്നതുമടക്കം ഈ നാട് കണ്ടതാണ്. ഇതാണ് കേരളം. ഈ കേരളത്തെയാണ് അപഹസിക്കാൻ, ഈ കേരളത്തെയാണ് തകർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നത്. നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും നന്മകൾ ഉണ്ട് എന്നുള്ളത്. കുറ്റാക്കൂരിരുട്ടിൽ ഒരു മിന്നാമിനുങ്ങ് പ്രകാശിക്കുന്നുണ്ട് എങ്കിൽ ആ മിന്നാമിനുങ്ങ് അങ്ങനെ തന്നെ അത് നീണാൾ വാഴുകയും ചെയ്യണം. കുറ്റാക്കൂരിരുട്ടിൽ ഒരു മെഴുകുതിരി നാളമുണ്ടെങ്കിൽ ആ മെഴുകുതിരി നാളം കെട്ടുപോകാതെ ആ കൂരിരുട്ടിനെ കീറിമുറിച്ചുണ്ടാവുകയും വേണം. ഇവിടെ കേരളം ഇന്ത്യക്ക് മാതൃക കാട്ടിക്കൊടുക്കുന്നത് മാത്രമല്ല, ലോകത്തിന് മാതൃക കാട്ടിക്കൊടുക്കുന്നത്. ഞാൻ BJPയുടെ ചങ്ങാതിയുടെ ഒരു കാര്യം, നമ്മൾ ഈ കണക്കുകൾ പറയുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഈ ലക്ഷങ്ങൾ അങ്ങ് ദശലക്ഷങ്ങൾ കോടികളായി വല്ലാതെ മറിയരുത്. ഇവിടെ ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ എയർലിഫ്റ്റിംഗ് എന്നുള്ളത് നടന്നിട്ടുള്ളത് ഇറാഖിൻ്റെ മേൽ അമേരിക്ക സഖ്യകക്ഷികളും കൂടി നടത്തിയ അധിനിവേശത്തിൻ്റെ കാലത്ത് VP സിംഗിൻ്റെ ഗവൺമെൻറ് അന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ VK നായനാർ മുഖ്യമന്ത്രി 4 ലക്ഷം ഇന്ത്യക്കാരെ എയർലിഫ്റ്റ് ചെയ്ത സംഭവമുണ്ട്. അന്ന് UAE അവിടെ പോയിട്ട് പുതുതായി അത്തരത്തിൽ അവിടെ ഒരു ക്യാമ്പടക്കം തുടങ്ങി. നമ്മുടെ നാട്ടുകാരല്ലാത്ത മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കടക്കം കുബൂസും വെള്ളവും കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്. അന്ന് ഡൽഹിയിലെ റെസിഡൻറ്റ് കമ്മീഷണറായിരുന്നു. അജയ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. IAS ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കേന്ദ്ര സർവീസിലുണ്ട്. ആ പാസ്പോർട്ട് പോലും ഇല്ലാതിരുന്ന മനുഷ്യനെ രാത്രി വിളിച്ചുണർത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നായനാർ പറഞ്ഞത്, യു ഹാവ് ടു ഗോ ടു UAE ടുമോറോ ഇറ്റ് സെൽഫ്. അദ്ദേഹത്തിൻ്റെ നവജാത ശിശുവിൻ്റെ അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിനെയാണ് ടെലിഫോൺ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാസ്പോർട്ടില്ല. യു വിൽ ഗെറ്റ് എ പാസ്പോർട്ട് വിത്തിൻ 24 hours. യു ഹാവ് ടു ഗോ ടു UAE എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മൾ വാസ്തവത്തിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അത്തരത്തിൽ മനുഷ്യത്തിൻ്റെ പ്രതീകമായി 4 ലക്ഷം ആളുകളെ അന്ന് എയർലിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കോവിഡ് കാലത്ത് നമ്മൾ ദശലക്ഷക്കണക്കിനാൾ, ദശലക്ഷം എന്ന് പറഞ്ഞാൽ 1 മില്യണാണ്, 10 ലക്ഷമാണ്. ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ കോടിയാവും. അപ്പോൾ കണക്കുകൾ പറയുമ്പോൾ പൂജ്യങ്ങൾ വല്ലാതെ അങ്ങ് കയറ്റി അങ്ങ് ഇട്ടാലേ ശൂന്യ ഹേ എന്നുള്ളത് അങ്ങനെ നമ്മൾ ശ്രീ സമ്പത്ത്, ഒരുപക്ഷേ ഗോകുൽ ഗോപിനാഥിനൊക്കെ പരിചയമുള്ളത് നീതി നടപ്പാക്കൽ രീതി, ഹാത്രസും ഉന്നാവും അടക്കമുള്ള മേഖലകളായിരിക്കും. അതായിരിക്കും മാതൃക എന്ന് പറയുന്നത്. ഈ കോവിഡിൻ്റെ അടക്കം കണക്കുകളും കാര്യങ്ങളൊക്കെ വലിയ ഘോരഘോരം വീരവാദം മുഴക്കുന്നുണ്ടായിരുന്നു ഗോകുൽ. അന്ന് മനുഷ്യർ നടന്ന് മരിച്ച കണക്കുകൾ ഓർമ്മയുണ്ടോ?
കോവിഡ് കാലത്ത് മരിച്ച മനുഷ്യരുടെ കണക്കുകളെ കുറിച്ച് കള്ളം പറഞ്ഞത് ഓർമ്മയുണ്ടോ ഗോകുൽ ഗോപിനാഥിന്? നേരത്തെ തന്നെ കൂരാച്ചുണ്ട് പറഞ്ഞ കണക്കുകളെ കുറിച്ച് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് ചെയ്തത്? ആ ജയിലിൽ പോലും നിമിഷപ്രിയയുടെ മോചനം മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അതിവൈകാരികമായി ചില കള്ളങ്ങൾ കേരളീയരെ സംബന്ധിച്ച് ഗോപിനാഥ് വൈകാരികമാണ്. മലയാളി എന്നുള്ള വൈകാരികതയുണ്ട്. അത് നിമിഷപ്രിയായാലും അർജുനായാലും ഉണ്ട്. അത് BJPക്ക് ഇല്ലാന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ കൗൺസിൽ ഈ പറയുന്ന ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധി അവിടെ സൂചിപ്പിച്ചല്ലോ, ആക്ഷൻ കൗൺസിലിനകത്ത് തന്നെ രണ്ട് അഭിപ്രായമാണെന്നേ. എവിടെ നിമിഷപ്രിയയുടെ അമ്മയോടൊപ്പം യമനിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളിന് ഈ വ്യത്യസ്ത അഭിപ്രായം ഇല്ലല്ലോ. ഇപ്പോൾ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധി തന്നെ പറഞ്ഞില്ലേ, ആക്ഷൻ കൗൺസിലിനകത്ത് രണ്ട് അഭിപ്രായമാണെന്ന്. അപ്പോൾ നിമിഷപ്രിയയുടെ മോചനവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കകത്ത് വേറെ എന്തൊക്കെയോ താല്പര്യങ്ങൾ, വേറെ എന്തൊക്കെയോ രാഷ്ട്രീയം കുത്തിക്കയറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം എന്ന് പറയുന്നത് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാനുള്ള ശ്രമമല്ല. ആ ശ്രമം എന്ന് പറയുന്നത് ഈ വിഷയത്തിനകത്ത് ശുഭകരമായ പര്യവസാനം ഉണ്ടാക്കാൻ ശ്രമമല്ല. കുടുംബം വരെ മിണ്ടാതിരിക്കുന്നു എന്ന് ഇടപെടൽ നടത്തി ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? വധശിക്ഷ കാത്തിരിക്കുന്ന നിമിഷപ്രിയയുടെ അമ്മ ഉൾപ്പെടെ ആളുകൾ കള്ളം പറയുന്നതാണോ നിങ്ങൾ പറയുന്നത്? കൈരളി പറയുന്നത് നിമിഷപ്രിയയുടെ കൂടപ്പിറപ്പുകൾ കള്ളം പറയുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ അതായത് ഇടപെടൽ നടത്തിയെന്ന് അമ്മയും കൂടപ്പിറപ്പുകളും ഭർത്താവും പറയുമ്പോൾ അതിന് മുകളിലാണോ നിങ്ങൾ ആക്ഷൻ? അതിന് മുകളിലാണോ? നിമിഷപ്രിയയുടെ അമ്മയുടെ വാക്കിന് മുകളിലാണോ? നിമിഷപ്രിയയുടെ അമ്മയുടെ വാക്കിന് മുകളിലാണോ? അവിടെ ആരും അമ്മയുടെ കാര്യം പറഞ്ഞില്ല. നിങ്ങളാണ് പറഞ്ഞ ആക്ഷൻ കൗൺസിലിലെ രണ്ടഭിപ്രായം. അതാരാണ് ഇടപെടൽ നടത്തിയത്? ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമം നടത്തുന്ന ആരാണെന്നാണ് ശ്രീ കൂരാച്ചുണ്ടല്ലോ പറഞ്ഞത്. ഇവിടെ നിമിഷപ്രിയയുടെ മാതാവിനെ അടക്കമുള്ള ആളുകളെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശുഭകരമായി പര്യവസാനിക്കേണ്ട ഒരു കാര്യത്തിനകത്ത് രാഷ്ട്രീയം കുത്തിക്കേറ്റുന്നത്, അതിനകത്ത് ചൂണ്ടയിട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതി അഭിഭാഷകൻ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ കാര്യങ്ങൾ പറയാം. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഇവിടെ BJP പ്രതിനിധി ഗോകുൽ ഗോപിനാഥ് പറയുന്നത് തുടക്കം മുതൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകൾ, അഭിഭാഷകനെ ഏർപ്പെടുത്തിയത് 2018 ജയിലിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ അടക്കമുള്ള കാര്യങ്ങളാണ്. താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ നിയമപരമായ ഇടപെടലുകൾ, ആ ചരിത്രം താങ്കളുടെ മുന്നിലുണ്ട്. ഈ ഗോപിനാഥ് പറയുന്നത് ശരിയാണോ ശ്രീ സുഭാഷ് ചന്ദ്രൻ? 2020 നിമിഷ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് വരെ നിമിഷയ്ക്ക് ഒരു അഭിഭാഷകന്റെ സഹായവും യമനിൽ ലഭിച്ചിട്ടില്ല. അതിനുശേഷം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ നിരന്തരമായുള്ള സമ്മർദ്ദങ്ങളുടെയും പിന്നെ അത്തരത്തിലുള്ള കത്തിടപെടലുകളുടെയും ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഒരു അഭിഭാഷകനെ അവിടെ വെക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. പിന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എംബസി മുഖേന അവർക്കൊരു അഭിഭാഷകനെ അപ്പീൽ ഫയൽ ചെയ്യാൻ വേണ്ടി, പിന്നെ അത് തുടർച്ചയായ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. ആ സമയത്ത് പിന്നെ ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിമിഷപ്രിയയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾക്ക് യമനിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി 2016 മുതൽ യാത്രാവിലക്കുള്ളതുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി അനുമതിക്കായി ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. കേന്ദ്ര സർക്കാർ ആ അനുമതി നിഷേധിച്ചു. അതേ തുടർന്ന് 3 തവണ ഡൽഹി ഹൈക്കോടതി മുമ്പാകെ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ട സാഹചര്യം വന്നു. 3 തവണ ഡൽഹി ഹൈക്കോടതി മുമ്പാകെ കേസ് വരുന്ന സമയത്തും ആ കേസ് പരിഗണിച്ച ജഡ്ജിമാർ വളരെ അനുഭാവപൂർണ്ണം കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു, നിങ്ങൾക്കിത് അനുവദിച്ചുകൂടെ? അവരുടെ മകളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പോകണ്ട, കേന്ദ്ര സർക്കാർ ഏറ്റെടുത്താൽ മതി. അവരെടുത്ത സമീപനം ഞങ്ങൾക്ക് ഈ നയതന്ത്ര ബന്ധമില്ലാത്ത, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നയതന്ത്ര ബന്ധമില്ലാത്ത, അതല്ലെങ്കിൽ അവിടെ ഒരു നിലവിലൊരു പിന്നെ നിയമവ്യവസ്ഥ ഇല്ലാത്ത ഒരു രാജ്യത്തിനകത്ത് ഇടപെടാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവരുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോകാൻ അനുമതി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ പിന്നെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് പിന്നെ ഡൽഹി ഹൈക്കോടതി അമ്മയ്ക്ക് യാത്രാനുമതി നൽകുന്നത്. അങ്ങനെ യാത്രാനുമതി നൽകി അതിനുശേഷം അമ്മ അവിടെ ചെല്ലുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ തീരുമാനങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ പിന്നെ സുപ്രീം കോടതി മുമ്പാകെ ഹർജി സമർപ്പിക്കുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ തീയതി വരുന്ന സമയത്ത്. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ എല്ലാ തവണയും ആക്ഷൻ കൗൺസിൽ കോടതി മുമ്പാകെ പോകുന്ന സമയത്ത് പറയുന്നത്, ഞങ്ങളിതൊരു അഡ്വൈസറി ലിറ്റിഗേഷൻ അല്ല, ഞങ്ങൾ ഒരിക്കലും സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിറ്റിഗേഷൻ അല്ല ഇത്. ഞങ്ങൾക്ക് ആവശ്യം സർക്കാരിന്റെ പിന്തുണയാണ്. നിങ്ങൾ ഈ ചർച്ച നടത്തി തരൂ, ഞങ്ങൾ പണം തരാൻ തയ്യാറാണ്. ഞങ്ങൾ കൃത്യമായി കോടതി മുമ്പാകെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് ഒരു രൂപ പോലും ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് വേണ്ട, പണം ഞങ്ങൾ നൽകിക്കൊള്ളാം, പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് ചർച്ച നിങ്ങൾ നയിക്കണം എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ വന്ന് ഇന്നലെ കോടതിയിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിനകത്ത്
ഇതിനകത്ത് പരിമിതികളുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് ഇതിനകത്ത് പരിമിതികളുണ്ട്. അങ്ങനെ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ സിറ്റിസനെ കൊലയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി, ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് മറ്റ് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നത്. ഞങ്ങൾ പാരലൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ, ഹോട്ട്ലൈൻ സംവിധാനങ്ങൾ സ്ഥാപിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മറ്റു രീതിയിലുള്ള ചർച്ചകൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സംവിധാനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു തീരുമാനം വരുന്ന സമയത്ത് ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ വധശിക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം ഒരു നയതന്ത്ര ഇവർ പറയുന്ന ഈ കാരണങ്ങൾ അത് ദഹിക്കാത്തതാണ്. കാരണം ഇപ്പോൾ ഇവർ പറയുന്നത് അവിടെ ഹൂത്തി ഭരണകൂടത്തെ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി മുമ്പാകെയും ഡൽഹി ഹൈക്കോടതി മുമ്പാകെയും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെയും ഇന്ത്യ അംഗീകരിക്കുന്നില്ല. പക്ഷേ താലിബാൻ ഭരണകൂടവുമായി നിരവധി തവണ നയതന്ത്ര ചർച്ചകൾ നടത്തുന്നുണ്ട്. അവിടുന്ന് എല്ലാ ദിവസവും ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി വ്യാപാര ബന്ധം ഇന്ത്യക്കുണ്ട്. ഡൽഹിയിലേക്ക് അവിടുന്ന് ട്രക്കുകൾ വരുന്നുണ്ട്. ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ താലിബാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി തന്നെ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില കേന്ദ്രങ്ങൾക്കകത്ത് നിങ്ങൾക്ക് സെലക്റ്റീവായി ചില നിലപാടുകൾ എടുക്കുന്നതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് വേദനാജനകമാണ്. ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് യു.പിയിൽ നിന്നുള്ള ഒരു ഡൊമസ്റ്റിക് വർക്കറെ യു.എ.യിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്നത്. അന്ന് അതിനകത്ത് ഇടപെടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാധിക്കില്ലേ? സാധിക്കും. കാരണം ഖത്തറിൽ 9 ഇന്ത്യൻ നാവികർ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന സമയത്ത് രാഖി രാമാനം അവിടെ ഇടപെട്ടുകൊണ്ട് ആ നാവികരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇടപെടുകയും അവരെ രക്ഷിച്ചെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ നാവികരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇതുപോലെയുള്ള ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയോ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയോ കാര്യം വരുന്ന സമയത്ത് കാണിക്കുന്ന സമീപനം ഇന്ത്യയിലെ പാവപ്പെട്ട നിമിഷപ്രിയയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള ഡൊമസ്റ്റിക് വർക്കറുടെയും കാര്യത്തിനകത്ത് കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം. സാധാരണക്കാരായ പ്രവാസികൾ അവിടെ പോയി ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളുടെ ഭാഗമായി വിധേയമാകുന്ന സമയത്ത് അതിനോട് ഒരു സമീപനവും, ഉയർന്ന വരേണ്യ വർഗത്തിലുള്ള ആളുകളോട് വേറൊരു സമീപനവും, അല്ലെങ്കിൽ സർക്കാരിന് താല്പര്യമുള്ള ആളുകളോട് വേറൊരു സമീപനവും എന്ന് പറയുന്ന തരത്തിലുള്ള സമീപനം എടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഇത് ഇന്ത്യയിലെ എല്ലാ പ്രവാസികൾക്കും വിവിധ ലോകരാജ്യങ്ങൾക്കകത്ത് ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ഇവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടിയിട്ടാണ് ഈ നിമിഷപ്രിയ കേസിനെ ഞങ്ങൾ കാണുന്നത്. ശരി, സുഭാഷ് മടങ്ങി വരെ എനിക്ക് തോന്നുമ്പോൾ ഈ കരന്തൂർ മർക്കസ് പ്രതിനിധി അലി അബ്ദുള്ള നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ അലി അബ്ദുള്ള, ഇന്നിപ്പോൾ ഈ BJP പ്രതിനിധി പറഞ്ഞത് അവിടെ അവർ തുടക്കം മുതൽ നിരത്തുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ ഹൂതി ആണ് അവിടെ ഭരിക്കുന്നത്, അതുകൊണ്ട് ഇടപെടാൻ കഴിയുന്നുള്ള ഒരു ന്യായമാണ്. ഇന്ന് നമ്മൾ കണ്ടതാണ്, അബൂബക്കർ മുസ്ലിയാർ വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞതാണ് അവിടുത്തെ പണ്ഡിതരുമായും ജഡ്ജിമാരും അടക്കം സംസാരിക്കാൻ കിട്ടിയ അവസരം. മാത്രമല്ല തുടർ നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുകയും ചെയ്തു. ഈ പറയുന്ന കള്ളത്തരങ്ങൾ ദഹിക്കുന്നതാണോ ശരിക്കും ഈ BJP പറയുന്ന? മർക്കസിനെ സംബന്ധിച്ചിടത്തോളം, കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവകാശവാദങ്ങളൊന്നുമില്ല. മനുഷ്യ സേവനത്തിന് സമർപ്പിതമായ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുമുണ്ട്. അനുചിതമെന്നോ അപക്വമെന്നോ വിളിക്കാവുന്ന ചില പരാമർശങ്ങളൊക്കെ ഈ വേദിയിൽ നടന്നതായി അറിയുന്നു, നാം കാണുകയും ചെയ്തു. അതിനോട് ഞങ്ങൾക്ക് എതിർപ്പുമില്ല, അനുകൂല നിലപാടുമില്ല. ഇവിടെ നമുക്ക് പറയാനുള്ളത്, നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിച്ചെടുക്കണമെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. നാളെ നടപ്പാക്കാനിരുന്ന വധശിക്ഷയാണ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത്. ഈ മാറ്റിവെക്കപ്പെട്ടത് സ്ഥിര രൂപത്തിലാവുകയും ജയിൽ മോചിതയായി നിമിഷപ്രിയയെ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക്, കുടുംബത്തിലേക്ക് എത്തിക്കുന്നത് വരെയും നമ്മുടെ ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. ആ തുടരേണ്ടുന്ന ശ്രമങ്ങൾക്ക് ജനപിന്തുണയാണ്, ജനങ്ങളുടെ പ്രാർത്ഥനയാണ് കാന്തപുരം ഉസ്താദ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം ചെയ്ത വലിയ സേവനത്തിൻ്റെ വ്യാപ്തിയും വൈപുല്യവും മനസ്സിലാകണമെങ്കിൽ ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യൻ നിയമവ്യവസ്ഥയും അതിൻ്റെ പരിമിതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് നാം കേട്ടുകഴിഞ്ഞതും അനുഭവിച്ചതുമാണ്. സ്വാഭാവികമായും ഒരു വിദേശ രാജ്യത്ത് ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ പൗര ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ നിയമവ്യവസ്ഥ അവരെ കുറ്റവാളിയായി വിധിച്ചു കഴിഞ്ഞാൽ ആ വിധിക്കെതിരെ പോയി പോരാടിയിട്ട് നേടിയെടുക്കുന്നതിന് മുമ്പിൽ പരിമിതികളുണ്ട്. അതേ സ്ഥാനത്ത് യമനിൻ്റെ ഭരണഘടനയോട് നിന്നുകൊണ്ടും
കാന്തപുരം ഉസ്താദ് പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ വീക്ഷണങ്ങളോടൊപ്പം നിന്നുകൊണ്ടും ആ കുടുംബത്തെ, കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബത്തെ അനുനയിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യപ്പെടുന്ന ബ്ലഡ് മണി കൊടുക്കാൻ കേരളീയ സമൂഹം സജ്ജമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ മോചിപ്പിച്ചെടുക്കാനുള്ള വളരെ വലിയ പ്രവർത്തനമാണ് കാന്തപുരം ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, നേരത്തെ സുഭാഷ് ചന്ദ്രൻ വരുന്നതിന് മുമ്പ് BJP പ്രതിനിധി ഗോകുൽ ഗോപിനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വൈകാരികമായ വിഷയത്തിൽ കൈരളി ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നതിൻ്റെ ഔചിത്യമുണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ ആ ഔചിത്യത്തെക്കുറിച്ചൊക്കെ കേരള സമൂഹത്തിന് പൊതുബോധ്യമുണ്ട്. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യട്ടെ. അനാവശ്യ ചർച്ചകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ നിലവിൽ. പക്ഷേ നമുക്ക് സുഭാഷ് ചന്ദ്രൻ, ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കാൻ ഒരാൾ പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്നിവിടെ നിർണായകമായ ഇടപെടൽ, വധശിക്ഷ നീട്ടിവയ്ക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എന്താണ് ഇനി അടുത്തൊരു നടപടികൾ ഉണ്ടാവുക എന്ന് താങ്കളുടെ ഒരു പ്രതീക്ഷ? തീർച്ചയായും ഇന്ന് ഈ വൈകിയ വേളയിലും അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ വധശിക്ഷ, നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ സ്റ്റേജ് താൽക്കാലികമായി നിർത്തിവെക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദയാദന ചർച്ചകൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ വൈകിയ നേരത്തും അവിടെ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി നേതൃത്വം നൽകുന്ന മർക്കസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ആ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗത്തിൽ ചെറുപ്പക്കാരായ ആളുകൾക്കൊക്കെ ഈ ദയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ ആ കുടുംബത്തിലെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ചില മുതിർന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള അവിടുത്തെ അത്തരമൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടൽ നടത്താൻ വേണ്ടി അവിടെ ഈ കാര്യങ്ങൾക്കകത്ത് ഇടപെടുന്ന ഷെയ്ഖുമാർക്ക് സാധിച്ചിട്ടുണ്ട്, ഈ സൂഫി വര്യന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഒരു പരിധിവരെ അവരെ സമാശ്വസിപ്പിക്കാനും ഈ ചർച്ചകളിലേക്ക് കൊണ്ടുവരാനും വളരെ പോസിറ്റീവായ രീതിയിൽ ഒരു നീക്കം നടക്കുന്നുണ്ട്. അതിൽ ചിലപ്പോൾ അടുത്ത മണിക്കൂറുകൾക്കകത്ത് തന്നെ നമുക്ക് ശുഭകരമായ ചില വാർത്തകൾ വന്നേക്കാം, ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തേക്കാം. എന്തായാലും വളരെ പോസിറ്റീവായ രീതിയിൽ നേരത്തെ മുഖം തിരിഞ്ഞു നിന്നിരുന്ന കുടുംബം ഇപ്പോൾ ചർച്ചകളിലേക്ക് വരികയും ഒരു പരിധിവരെ ആ നമ്മുടെ ചർച്ചകളോട് അല്ലെങ്കിൽ ദയാദനം സ്വീകരിക്കുക എന്നുള്ള സമീപനത്തോട് അവർ പോസിറ്റീവായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള പോസിറ്റീവായ വാർത്ത തന്നെ. സുഭാഷ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കാരണം ഇതിനകത്ത് ഇപ്പോഴെനിക്ക് തോന്നുന്നത് ഈ തലാലിൻ്റെ സഹോദരൻ പറയുന്നത് അഭിമാന പ്രശ്നം മാത്രമാണ്, അതുകൊണ്ട് ദയാദനം സ്വീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ ആ സൂഫി പണ്ഡിതന്മാരുടെ, ജഡ്ജിമാരുടെ ഇടപെടൽ, മതപണ്ഡിതന്മാരുടെ ഇടപെടൽ കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് താങ്കളുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് ഒരു വലിയ ശുഭ പ്രതീക്ഷ നമുക്കുണ്ട് നിലവിൽ. സ്വാഭാവികമായും നേരത്തെയും ഈ ചർച്ചകൾക്ക് ഇതുവരെ ഇന്നലെയാണ് ആ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരാൾ ഈ ചർച്ചകളിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയ ചർച്ചകൾക്കകത്താണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെയും ആ ചർച്ചകൾ തുടർന്നിരുന്നു. അപ്പോൾ അതുവരെ ഈ കുടുംബം ചർച്ചകൾക്ക് നേരിട്ട് വരാൻ തയ്യാറാകാതിരുന്നത് ഈ അവിടുത്തെ ഗോത്രത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണ്. നമുക്കറിയാം ഗോത്രം വളരെയധികം ഈ ഗോത്രവർഗ്ഗങ്ങൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി വളരെ കോംപ്ലിക്കേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് യമൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ തുടർന്നാണ് ഈ കുടുംബം തയ്യാറാകാതിരുന്നത്. പക്ഷേ ആ ഗോത്രങ്ങളെയും ഗോത്ര തലവന്മാരെയും ഒക്കെ സമാധാനിപ്പിക്കാനും അവരെ ഈ ചർച്ചകളുടെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയും ശ്രീ കാന്തപുരം ഉസ്താദിൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് ഇപ്പോൾ അവർ ചർച്ചകളിലേക്ക് വരുന്നു. കുടുംബത്തെ ഒരു പരിധിവരെ നമ്മളോടൊപ്പം കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ചർച്ചകളോടൊപ്പം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ നീക്കങ്ങൾ നടക്കുന്നു. സുഭാഷ് ചന്ദ്രൻ, ഏതായാലും അത് വളരെ ഏറ്റവും പുതിയൊരു വിവരമാണ് താങ്കൾ ഇപ്പോൾ പങ്കുവച്ചത്. ചർച്ചകളിലേക്ക് ആ കുടുംബം തയ്യാറാകുന്നുണ്ട് എന്നത് തന്നെ നിമിഷപ്രിയയുടെ കുടുംബത്തിന്, കേരളത്തിന് ഒരാശ്വാസമാണ്. ഒരുപക്ഷേ ഈ ചർച്ചയുടെ തുടക്കത്തിൽ BJP പ്രതിനിധി പറഞ്ഞതുപോലെ ഈ ചർച്ച കൈരളി നടത്തേണ്ട ഔചിത്യം എന്ത് എന്നുള്ള ചോദ്യം, അത് മനുഷ്യത്വത്തെക്കുറിച്ചുള്ള മലയാളിയുടെ കാഴ്ചപ്പാടിൻ്റെ ഔചിത്യമാണ്. ലോകത്തെവിടെയുള്ള ഒരു മലയാളി പ്രശ്നത്തിൽപ്പെട്ടാലും അവിടെ മലയാളികൾ ഒന്നടങ്കം എത്തിച്ചേരും. അത് BJPക്ക് മനസ്സിലാകാത്ത മനുഷ്യത്വത്തിൻ്റെ ഭാഷയാണെന്ന് മാത്രം ഈ സാഹചര്യത്തിൽ പറഞ്ഞുകൊണ്ട് ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്.